കനത്ത മഴയിൽ ജില്ലയിലെ മലയോര പ്രദേശങ്ങളിൽ വ്യാപക നാശനഷ്ടം. തൊട്ടിൽപ്പാലത്ത് 12ഓളം വീടുകളിൽ വെള്ളം കയറി. നിരവധി പേരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. 100% വിജയം ഉറപ്പു നൽകുന്നു. ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ നല്ല ഭാവി നേടൂ. നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കൂ. മഹാരാജാസ് കോളേജ്, പച്ചക്കറിമുക്ക്, മേപ്പയിൽ, വടകര. കനത്ത മഴയിൽ ജില്ലയിലെ മലയോര പ്രദേശങ്ങളിൽ വ്യാപക നാശനഷ്ടം. നിരവധി പേരെ മാറ്റിപ്പാർപ്പിച്ചെങ്കിലും മഴ തുടരുകയാണെങ്കിൽ കൂടുതൽ പേരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റേണ്ടി വരും. കാവിലുംപാറ, മരുതോങ്കര, നരിപ്പറ്റ പഞ്ചായത്തുകളിലെ മലയോരങ്ങളിലാണ് ശക്തമായ മഴ തുടരുന്നത്. തൊട്ടിൽപ്പാലം പുഴയിലും കടന്തറ പുഴയിലും മലവെള്ളപ്പാച്ചിൽ തുടരുകയാണ്. തൊട്ടിൽപ്പാലത്ത് 12ഓളം വീടുകളിൽ വെള്ളം കയറി. ഇതിനകം 46 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ഇപ്പോൾ 2 ക്യാമ്പാണ് ഇന്നലെ തുടങ്ങേണ്ടി വന്നിട്ടുള്ളത്. ഒന്ന് വിലങ്ങാടും പിന്നെ ഒന്ന് ഈ മരുതോങ്കര നമ്മുടെ ഷെൽട്ടറിലും. വിലങ്ങാട് നമ്മുടെ സെൻറ് ജോസഫ് സ്കൂളിലാണ്. അപ്പോൾ അവിടെ 12 കുടുംബങ്ങളിലായിട്ട് 27 പേരായിരുന്നു ഇന്നലത്തെ ക്യാമ്പിലുണ്ടായിരുന്നത്. ഇവിടെ 46 കുടുംബങ്ങളിൽ 2 ക്യാമ്പിലായിട്ട് 46 കുടുംബങ്ങൾ. താലൂക്കിൻ്റെ ഇന്നലെ രാവിലെ തൊട്ടേയുള്ള നല്ല ശക്തമായ മഴയിൽ പിന്നെ ഒരുപാട് മണ്ണിടിച്ചിലും പിന്നെ റോഡ് തടസ്സമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരു പരിധിവരെ നമ്മളത് ക്ലിയർ ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. വാണിമേൽ, വിലങ്ങാട് പുഴയിലും ക്രമാതീതമായി വെള്ളം കയറി. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മാറി താമസിക്കേണ്ടവർക്ക് ക്യാമ്പ് ഒരുക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. ഇന്നലെ ശക്തമായ മഴയായിരുന്നു മരുതോങ്കര പഞ്ചായത്തിലെ പശുക്കടവ് മേഖലയിൽ. അതുകൊണ്ട് തന്നെ പശുക്കടവ് മേഖലയിലെ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം കൊടുക്കുകയും അതോടൊപ്പം തന്നെ മാറ്റിപ്പാർപ്പിക്കേണ്ട കുടുംബങ്ങളെയെല്ലാം മാറ്റിപ്പാർപ്പിക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇന്നലെ നമുക്ക് 46 കുടുംബങ്ങളെയാണ് മരുതോങ്കര പഞ്ചായത്തിൽ മൊത്തത്തിൽ മാറ്റി താമസിപ്പിച്ചിട്ടുള്ളത്. അതിൽ 11 കുടുംബങ്ങളെ നമ്മുടെ ഷെൽട്ടറിൻ്റെ അകത്ത് താമസിപ്പിക്കുകയും ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ബാക്കി കുടുംബങ്ങളെ വീടുകളിലേക്കാണ് മാറ്റി താമസിച്ചത്. ശക്തമായ ഒഴുക്കായിരുന്നു കടന്തറപ്പുഴയിൽ. അതുകൊണ്ട് തന്നെ പുഴ കരകവിഞ്ഞ് ഒഴുകുന്നതും അപകട സാധ്യതയുള്ളതുമായ മണ്ണിടിച്ചിലുണ്ടാവാൻ സാധ്യതയുള്ളതുമായ പ്രദേശങ്ങളിലെ വീട്ടുകാരെയാണ് ഒഴിപ്പിച്ച് നമ്മൾ സൗകര്യപ്രദമായ സ്ഥലത്തേക്ക് മാറ്റിയത്. ന്യൂസ് ബ്യൂറോ, മീഡിയ, വടകര. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.